ക്യാൻസർ പരത്തുന്ന മസാലകൾ. അതെ, ഇന്ത്യയിൽ നിന്നുള്ള ചില മസാലകളെ ഹോങ്കോങ്ങും സിംഗപ്പൂരും നേപ്പാളും പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. കാരണം ക്യാൻസറിന് കാരണമായേക്കാവുന്ന എഥിലീൻ ഓക്സൈഡ് അതിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഈ മസാലകൾ തന്നെയാണോ സത്യത്തിൽ നമ്മളും കഴിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്കും ഇത്തരം മസാലകൾ കഴിക്കുക വഴി ക്യാൻസർ വരാനുള്ള സാധ്യതകളുണ്ടോ? വിശദമായി തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പരിശോധിക്കാം. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. ഇന്ത്യക്കാരായ നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളവും മസാലകളും അതുപോലെ തന്നെ സ്പൈസസും വലിയ തോതിൽ തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. മറ്റു പല രാജ്യങ്ങളിലെയും ഡിഷുകളൊക്കെ എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുന്ന അവസരത്തിൽ അതിന് ചിലപ്പോൾ കാര്യമായിട്ടുള്ള നിറങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിൽ സുഗന്ധങ്ങളൊക്കെ വമിക്കുന്ന നിലയിലുള്ള സ്പൈസസുകളോ കൂടുതലായിട്ടൊന്നും ആഡ് ചെയ്യാറില്ല. പക്ഷേ നമ്മളുടെ രാജ്യത്തിലെ വ്യത്യസ്ത തരത്തിലുള്ള വിഭവങ്ങളിലേക്കൊക്കെ തന്നെ നമ്മൾ നോക്കുമ്പോൾ അത് നോർത്തിലാണെങ്കിലും സൗത്തിലാണെങ്കിലും എല്ലായിടത്തും ഒരുപോലെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാട് തരത്തിലുള്ള മസാലകളും മസാലപ്പൊടികളും സ്പൈസസും ഒക്കെ അതിൽ ചേർത്തിട്ടുള്ളതായിട്ട് നമുക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കതൊന്നും ഇല്ലാതെ പറ്റില്ല എന്നൊരവസ്ഥയിലൂടെ ഒക്കെ തന്നെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ തന്നെയായാലും ഈ സ്പൈസസിൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരാൻ പോലും കാരണമായിട്ടുണ്ടായിരുന്നതിൽ വലിയൊരു പങ്ക് നമ്മുടെ രാജ്യത്ത് വിളയുന്ന സ്പൈസുകൾക്കുണ്ട് എന്ന കാര്യം നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് പഴയ കാലത്ത് യൂറോപ്യൻ മാർക്കറ്റിലൊക്കെ ഇന്ത്യയിൽ നിന്നുള്ള സ്പൈസസിന് വലിയ തോതിൽ തന്നെ ഡിമാൻഡ് ഉണ്ടായിരുന്നു. അതിനും അപ്പുറത്തേക്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പല ആളുകളും വെൽത്തിൻ്റെ ഒരു അടയാളമായിട്ടായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള കുരുമുളക്, ജാതിക്ക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും അവിടെ കണ്ടുവന്നിട്ടുണ്ടായിരുന്നത്, ഉപയോഗിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു കാലഘട്ടങ്ങളിൽ യൂറോപ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇടനിലക്കാരായിട്ട് അറബ്സ് ഉണ്ടായിരുന്നു. അറബ്സൊക്കെ തന്നെയാണ് ഇന്ത്യയിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള കൂടുതൽ സ്പൈസസ് യൂറോപ്യൻ വിപണിയിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്, വലിയ തോതിൽ തന്നെ ലാഭങ്ങൾ അതിലൂടെ കൊയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇവരെയും മറികടന്നുകൊണ്ട് ഇന്ത്യയിലേക്ക് വന്നുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ നിന്നും ഇത്തരത്തിലുള്ള സ്പൈസസ് ഒക്കെ തന്നെയും കളക്ട് ചെയ്തുകൊണ്ട് യൂറോപ്യൻ മാർക്കറ്റിലേക്കും മറ്റുമൊക്കെ എത്തിച്ചുകൊണ്ട് വലിയ ലാഭം നേടാം എന്നൊരു കാര്യം, എന്നൊരു അജണ്ട ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലേക്കുള്ള വരവിന് പുറകിൽ വ്യക്തമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അവരിവിടെ വന്നപ്പോൾ അവർക്ക് കോമ്പറ്റീഷനായിട്ട് ഡച്ചുകാരും പോർച്ചുഗീസുകാരും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏവർക്കും അറിയുന്നത് തന്നെയാണ്. എന്തൊക്കെ തന്നെയായാലും പഴയൊരു കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും വീടുകളിൽ നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കുന്ന ഉണക്കിയെടുക്കുന്ന ഇത്തരത്തിലുള്ള സ്പൈസസുകളൊക്കെ തന്നെയാണ് കൃത്യമായിട്ട് അരച്ച് പൊടിച്ചെടുത്തിട്ട് നമ്മൾ ഉപയോഗിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് കാലം മുന്നോട്ടേക്ക് പോകും തോറും ആ ഒരു മേഖലയിൽ വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം മാറ്റങ്ങൾ വന്നു. ആളുകൾക്ക് ഷോപ്പുകളിൽ പോയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ മേടിച്ച് ഉണക്കി പൊടിച്ച് ഉപയോഗിക്കാനുള്ള സമയമൊന്നും കിട്ടാതായതോട് കൂടിയിട്ട് അവിടെ വലിയൊരു സാധ്യതയുണ്ട് എന്ന് കണ്ടതോട് കൂടിയിട്ട് പല ആളുകളും ആ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്. വ്യത്യസ്ത തരത്തിലുള്ള പൊടികൾ അല്ലെങ്കിൽ മസാലകളൊക്കെ തന്നെ ഫാക്ടറിയിൽ വലിയ തോതിൽ തന്നെ ആളുകൾ നിർമ്മിച്ചുകൊണ്ട് വലിയ തോതിൽ ജനങ്ങൾക്ക് വിതരണം ചെയ്യാൻ ആരംഭിക്കുന്നുണ്ട്. അവിടെയൊക്കെ പലരും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. പാക്കിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും കൃത്യമായിട്ട് സൂക്ഷിച്ചു വെക്കുന്ന കാര്യത്തിലാണെങ്കിലും ഈ പൗഡറുകൾ, ഈ പൊടികൾ കേടുവരുന്ന കാര്യത്തിലാണെങ്കിലും വ്യത്യസ്ത പ്രശ്നങ്ങൾ നേരിട്ടതോട് കൂടിയിട്ടാണ് അതിനുള്ള സൊല്യൂഷനായിട്ട് ചില കെമിക്കൽസ് അല്ലെങ്കിൽ ചില പ്രിസർവേറ്റീവ്സ് ഒക്കെ തന്നെയും അവിടെ ഉപയോഗിച്ച് വരാൻ ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഈ മസാലകളുടെയും സ്പൈസസിൻ്റെയും നമ്മുടെ ജീവിതത്തിലുള്ള പങ്കിനെക്കുറിച്ചും അതിൻ്റെ ഒരു ചരിത്രത്തെക്കുറിച്ചൊക്കെ തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അത് വ്യാവസായികവൽക്കരിച്ച കാര്യങ്ങളെക്കുറിച്ചും അതിൽ വ്യത്യസ്ത തരത്തിലുള്ള കെമിക്കൽസ് ആഡ് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് കൃത്യമായ ഒരു ധാരണ ലഭിച്ചിട്ടുണ്ടാകും. ഇവിടെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇത്തരത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം കമ്പനികളുണ്ട്. വലിയ തോതിൽ തന്നെ ഇത്തരം സ്പൈസസുകൾ അല്ലെങ്കിൽ മസാലകളൊക്കെ തന്നെയും നിർമ്മിച്ച് പാക്ക് ചെയ്തിട്ട് അവർ വലിയ തോതിൽ തന്നെ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ തന്നെയും വിതരണം ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വലിയ രണ്ട് കമ്പനികളാണ് MDHും അതുപോലെ തന്നെ എവറസ്റ്റും. നോർത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ MDH പല വീടുകളും അല്ലെങ്കിൽ ഭൂരിഭാഗം വീടുകളിലും ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ സൗത്ത് ഇന്ത്യയിലേക്ക് നോക്കുമ്പോൾ ഇവിടെ കൂടുതലും ഉപയോഗിക്കുന്നത്, പല ആളുകളും ഉപയോഗിച്ച് വരുന്നത് എവറസ്റ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ വ്യത്യസ്ത തരത്തിലുള്ള മസാലകളാണ്, പൊടികളാണ്. എന്തൊക്കെ തന്നെയായാലും ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഈ ബ്രാൻഡുകൾ വിദേശത്തേക്ക് കയറ്റി അയച്ച, പ്രത്യേകിച്ച് ഹോങ്കോങ്ങിലേക്ക് കയറ്റി അയച്ച ചില മസാല പാക്കറ്റുകൾ ഹോങ്കോങ്ങിലെ ഫുഡ് ആൻഡ് സേഫ്റ്റി വിഭാഗത്തിലെ അധികൃതർ കൃത്യമായിട്ടുള്ള പരിശോധനകൾക്ക് വിധേയമാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ അവർക്ക് കാർസിനോജിക് ആയിട്ടുള്ള എഥിലീൻ ഓക്സൈഡ് കണ്ടെത്താൻ സാധിച്ചു. അതായത് ക്യാൻസറിന് കാരണമായേക്കാവുന്ന എഥിലീൻ ഓക്സൈഡിനെ കണ്ടെത്താൻ സാധിച്ചു. ഇതെന്താണ്, എങ്ങനെ ഇതിലേക്ക് എത്തി എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം. എന്തൊക്കെ തന്നെയായാലും കൃത്യമായിട്ട് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ഒരു ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു മസാലകളൊക്കെ കേടുവരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള കെമിക്കലുകളും ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കൃത്യമായിട്ട് അതിനുള്ള ചില കണക്കുകളുണ്ട്, ചില ലിമിറ്റുകളുണ്ട്. അതിനപ്പുറത്തേക്ക് പോകുമ്പോഴാണ് പല രാജ്യങ്ങളിലും അത് പ്രശ്നമായിട്ട് മാറുന്നത്. അപ്പോൾ ഇത്തരത്തിൽ തന്നെ ഹോങ്കോങ്ങിൽ അളവിൽ കൂടുതലായിട്ടുള്ള കാർസിനോജിക് ആയിട്ടുള്ള എഥിലീൻ ഓക്സൈഡ് കണ്ടെത്തിയതോട് കൂടിയിട്ട് MDHൻ്റെയും അതുപോലെ എവറസ്റ്റിൻ്റെയും 4ഓളം വരുന്ന മസാലകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പൗഡറുകൾ പൂർണ്ണമായിട്ടും അവിടെ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു.
ഈ ഒരു കാര്യം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സിംഗപ്പൂരും ഈ ബ്രാൻഡുകളുടെ ചില മസാലകൾ എടുത്ത് പരിശോധനകൾക്ക് വിധേയമാക്കുകയാണ്. അവരും ഇത്തരത്തിലുള്ള ഈ ഒരു കാർസിനോജിക്കിൻ്റെ അളവ് അവിടെയും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതായത് അളവിൽ കൂടുതലുള്ളതായിട്ടാണ് അവിടെ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് എവറസ്റ്റിൻ്റെ ഫിഷ് കറി മസാലയിലൊക്കെ ഇത്തരത്തിൽ കാർസിനോജിക്കിൻ്റെ അളവ് കൂടുതലുള്ളത് കൃത്യമായിട്ട് അവർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതോടുകൂടിയിട്ട് പൂർണ്ണമായിട്ടും അവിടെയും ഈ മസാല ബാൻ ചെയ്യപ്പെടുകയാണ്. അതും കഴിഞ്ഞ് ദിവസങ്ങൾക്കിപ്പുറം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ള കൃത്യമായിട്ട് അവർ ഡിറ്റക്ട് ചെയ്തിട്ടുള്ള നേപ്പാളിലും ഇതുപോലെ തന്നെ ഈ മസാലകൾ ബാൻ ചെയ്തു എന്ന വാർത്തകളാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം, ഇന്ത്യയിൽ ഈ ഒരു എഥിലീൻ ഓക്സൈഡ് ഉപയോഗിക്കാനുള്ള അനുമതിയുണ്ട്. അതിൻ്റെ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് 1 കിലോഗ്രാമിൽ 0.1 മില്ലിഗ്രാം വരെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതിൽ കൂടുതൽ വരുമ്പോഴാണ് ഇന്ത്യക്കകത്ത് ഇത് പ്രധാനമായിട്ടും പ്രശ്നമായിട്ട് മാറുന്നത്. എന്തൊക്കെ തന്നെ ആയാലും ഇത്തരത്തിൽ വലിയ തോതിൽ ഇന്ത്യയിൽ നിന്നുള്ള മസാലയിൽ കാർസിനോജിക് ആയിട്ടുള്ള പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസർ പോലും ഉണ്ടാക്കാവുന്ന എഥിലീൻ ഓക്സൈഡ് അടങ്ങിയിട്ടുണ്ട് എന്ന തോതിലുള്ള വലിയ തോതിലുള്ള വാർത്തകൾ വന്നതോടുകൂടിയിട്ട് ഇന്ത്യയുടെ FSSAI എന്ന് പറയുന്ന ഇന്ത്യയുടെ ഫുഡ് ആൻഡ് സേഫ്റ്റി അഡ്മിനിസ്ട്രേഷൻ ഈ ഒരു അളവിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് 1 കിലോഗ്രാമിൽ 0.1 മില്ലിഗ്രാം എന്നുള്ളത് വെട്ടിച്ചുരുക്കിയിട്ട് 1 കിലോഗ്രാമിൽ 0.01 വരെ മാത്രമേ എഥിലീൻ ഓക്സൈഡ് പാടുള്ളൂ എന്ന നിലയിലുള്ള നിർദ്ദേശങ്ങളൊക്കെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി എങ്ങനെയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ മസാലകളിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു MDHൻ്റെയും എവറസ്റ്റിൻ്റെയും ഒക്കെ മസാലകളിലേക്ക് ഇത്തരത്തിൽ ക്യാൻസറിന് കാരണമായേക്കാവുന്ന എഥിലീൻ ഓക്സൈഡ് എത്തിയിട്ടുള്ളത് എന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ഒരു എഥിലീൻ ഓക്സൈഡ് എന്ന് പറയുന്ന അഥവാ ETO എന്നൊക്കെ വിളിക്കുന്ന ഈ ഒരു സംഭവം ഫോസിൽ ഫ്യൂവൽസിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്. ഇത് പ്രധാനമായിട്ടും ഗ്യാസ് ഫോമിലാണ് ഈ പൊടികളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഈ മസാലകളുടെ കാര്യത്തിലൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനു വേണ്ടി അവിടെ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സൂക്ഷ്മമായിട്ടുള്ള ബാക്ടീരിയകളെയും അണുക്കളെയും സാൽമണല്ല അതുപോലെ കോളി തുടങ്ങിയിട്ടുള്ള ബാക്ടീരിയകൾ ഫംഗസുകൾ ഇതിനൊക്കെ പൂർണ്ണമായിട്ടും തുരത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മസാലകളിലൊക്കെ തന്നെ ഈ ഒരു ഫോസിൽ ഫ്യൂവലിൻ്റെ ബൈ പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. നിറമില്ലാത്തൊരു ഗ്യാസ് ഫോമിലാണ് ഉള്ളത് എന്നതിനാൽ തന്നെ ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. എന്നാൽ ഹൈലി ഫ്ലേമബിൾ ആണ്, നല്ല രീതിയിൽ തന്നെ തീ ഇത് കത്തുന്നതായിരിക്കും. സ്വാഭാവികമാണ്, പെട്രോളിയം ഫ്യൂവൽസിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്. ഇവിടെ എങ്ങനെ ഈ ഒരു വിളകളിലേക്ക് അല്ലെങ്കിൽ സ്പൈസസിലേക്ക് ഇവ എത്തുന്നു എന്ന കാര്യത്തെക്കുറിച്ച് നോക്കുമ്പോൾ അതിൽ 2 തരത്തിൽ എത്തുന്നുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ ഒന്നാമതായിട്ട് ആളുകൾ ഈ കീടനാശിനി ഉപയോഗിക്കുമ്പോൾ അതിൽ ഇത്തരത്തിലുള്ള ETO വലിയ തോതിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. അതിലൂടെ ഡയറക്റ്റ് ആയിട്ട് ഈ സ്പൈസസിലേക്ക് ETO എത്തുന്നതായിരിക്കും അല്ലെങ്കിൽ എഥിലീൻ ഓക്സൈഡ് എത്തിച്ചേരുന്നതായിരിക്കും. പക്ഷേ അത് ഫാക്ടറിയിലേക്ക് എത്തിയിട്ട് വ്യത്യസ്ത തരത്തിലുള്ള പ്രോസസ്സുകളിലൂടെ കടന്നു പോകുമ്പോൾ പൂർണ്ണമായിട്ടും അതിൽ നിന്ന് നീക്കം ചെയ്യേണ്ടതാണ്. പിന്നെയും എങ്ങനെ ഈ പാക്ക് ചെയ്ത് വിദേശ രാജ്യങ്ങളിലേക്ക് എത്തിയിട്ടുള്ള മസാലപ്പൊടികളിൽ ETOയുടെ സാന്നിധ്യം കൂടുതലായിട്ട് കണ്ടെത്തി. അതെന്താണ് അവിടെ സംഭവിച്ചെന്ന കാര്യത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ സ്റ്റോറേജിങ് ടൈമിൽ പാക്കിംഗ് ടൈമിലൊക്കെ ഈ അണുനശീകരണത്തിന് വേണ്ടിയിട്ട് ETO ഗ്യാസ് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. മുമ്പ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ കൃത്യമായിട്ട് അത് എയറേഷൻ പ്രക്രിയ നടത്തിയിട്ട് ഈ ഒരു കെമിക്കലിനെ ഈ മസാലപ്പൊടികളിൽ നിന്നും കൃത്യമായിട്ട് തന്നെ റിമൂവ് ചെയ്യേണ്ടതാണ്. അവിടെ ചില പാളിച്ചകളും മറ്റുമൊക്കെ സംഭവിക്കുമ്പോഴാണ് ETOയുടെ അളവ് ഈ മസാലപ്പൊടികളിൽ കൂടുന്നത്. അഥവാ ക്യാൻസറിന് കാരണമാകുന്ന ETOയുടെ അളവ് ഈ മസാലപ്പൊടികളിലൊക്കെ തന്നെ കൂടുതലായിട്ട് കാണുന്നത്. എന്തൊക്കെ തന്നെ ആയാലും ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിച്ചു. വിവിധ രാജ്യങ്ങൾ പൂർണ്ണമായിട്ടും ഈ മസാലകൾ ബാൻ ചെയ്തു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കമ്പനികൾ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന കാര്യത്തെക്കുറിച്ച് നോക്കുമ്പോൾ MDHൻ്റെ ആളുകൾ പറയുന്നത്, ഞങ്ങൾ ഇത്തരത്തിൽ ETO എന്നും ഞങ്ങളുടെ ഫുഡ് പ്രോഡക്ട്സിൽ ഉപയോഗിക്കാറില്ല. ഇത്തരം ഒരു കാര്യം ഈ രാജ്യങ്ങളൊക്കെ ബാൻ ചെയ്തിട്ടുള്ളത് ഞങ്ങളോട് ആദ്യം അറിയിച്ചിട്ടില്ല, ഞങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ നൽകിയിട്ടില്ല, ഞങ്ങൾ ഇന്നേ വരെ ഈ സാധനം ഉപയോഗിച്ചില്ല, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വാദങ്ങളാണ്. എന്നാൽ എവറസ്റ്റിൻ്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ അവർ ഈ വിഷയമായിട്ട് കാര്യമായിട്ടുള്ള പ്രതികരണങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല എന്ന് പറയുന്ന മറ്റൊരു കാര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെ തന്നെയായാലും ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിച്ചതോട് കൂടിയിട്ട് FSSAI കൃത്യമായിട്ട് അതിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ഈ 2 ബ്രാൻഡുകളുടെയും പ്രൊഡക്റ്റുകൾ കൃത്യമായിട്ട് വീണ്ടും പരിശോധനകൾക്ക് വിധേയമാക്കുമെന്നുള്ള വാർത്തകളൊക്കെ തന്നെയാണ് നമുക്ക് FSSAIയുടെ ഭാഗത്ത് നിന്നും ലഭ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ ETOയുടെ അളവിലും അവർ കുറവ് വരുത്തിയിട്ടുണ്ട്, ലിമിറ്റിൻ്റെ അളവിലും വ്യത്യാസങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസോടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ തീർച്ചയായും നിങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയി കാണും. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ 2 ബ്രാൻഡുകളിൽ നടത്തിയിട്ടുള്ള പരിശോധനകളിൽ നിന്ന്, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ നടത്തിയിട്ടുള്ള പരിശോധനകളിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ETO എന്ന് പറഞ്ഞ കാർസിനോജിക് പോലും വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന ഈ പൊടികളുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് അറിവ് ലഭിച്ചിട്ടുള്ളത്. പലപ്പോഴും നമ്മളൊക്കെ കാണുന്ന ഒരു കാഴ്ചയുണ്ട്, നല്ല സാധനങ്ങളൊക്കെ എടുത്തിട്ട് നേരെ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ചണ്ടിയും ചരക്കെന്നൊക്കെ നമ്മൾ പറയില്ല, അത്തരത്തിലുള്ള കേടുപാടുകളൊക്കെ വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾക്ക് നൽകാൻ വേണ്ടി പലപ്പോഴും പല കമ്പനികളും അല്ലെങ്കിൽ പല ആളുകളും തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് പകൽ പോലെ വ്യക്തമായിട്ടുള്ള നിങ്ങൾക്ക് ഏവർക്കും അറിയുന്ന കാര്യമായിരിക്കും. തേയിലയുടെ കാര്യത്തിലാണെങ്കിലും മറ്റൊക്കെ നിങ്ങൾ ആ കാര്യം കൃത്യമായിട്ട് കണ്ടിട്ടുണ്ടാവും.
അപ്പോൾ ഇത്തരത്തിൽ നല്ലത് എന്ന നിലക്ക് തിരഞ്ഞെടുത്ത് പുറത്തേക്ക് അയക്കുന്ന കാര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ കണ്ടെത്തുമ്പോൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്ത തരത്തിലുള്ള പൊടികളിൽ അല്ലെങ്കിൽ വ്യത്യസ്ത സർവീസുകളിൽ വ്യത്യസ്ത തരത്തിലുള്ള പ്രൊഡക്റ്റുകളിലൊക്കെ അവസ്ഥ എന്തായിരിക്കും? തീർച്ചയായിട്ടും നമ്മളൊന്ന് ചിന്തിക്കേണ്ട വിഷയമാണ്. പക്ഷേ കൃത്യമായിട്ട് FSSAI ഇവിടെ ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്നത് നമുക്കൊക്കെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ETOയുടെ ലിമിറ്റും ഇത്തരത്തിൽ കുറച്ചത് നമുക്ക് എന്തുകൊണ്ടും ഗുണം ചെയ്യുന്ന കാര്യമായിട്ട് തീർച്ചയായിട്ടും മാറുമെന്നതും നമുക്കിവിടെ വ്യക്തമാണ്. ഇവിടെ ഒരിക്കലും സാമ്പാർ പൊടിയോ ഫിഷ് മസാലയോ ചിക്കൻ മസാലയോ ഒന്നുമല്ല നമുക്ക് പ്രശ്നമാവുന്നത്. അതിൽ കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങളൊന്നും കൊണ്ടുവരാതെ അതിൽ തോന്നിയ പോലെ പല കാര്യങ്ങളും ആഡ് ചെയ്യുമ്പോഴൊക്കെയാണ് അത് നമുക്ക് ദോഷകരമായിട്ട് മാറുന്നത്. അതൊക്കെ തന്നെയാണ് ഇവിടെ വലിയ തോതിൽ പ്രശ്നങ്ങളായിട്ട് ഉയർന്നു വരുന്നതും. ഇതിനോട് ചേർത്ത് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കീടനാശിനികളിലൊക്കെ തന്നെ ETO വരുന്നുണ്ട്, അഥവാ എഥിലീൻ ഓക്സൈഡ് വരുന്നുണ്ട്. പക്ഷേ അതിന് കൃത്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ, കൃത്യമായിട്ടുള്ള ലിമിറ്റുകളൊന്നുമില്ല. എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം എന്നുള്ള ഒരു നിലക്കൊക്കെ തന്നെയാണ് കീടനാശിനികളുടെ കാര്യത്തിൽ ഇപ്പോഴും ETOയുടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വൈകാതെ തന്നെ ഇതിൽ മാറ്റങ്ങൾ വരുമെന്ന കാര്യം നമുക്ക് പ്രതീക്ഷിക്കാം. കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത, വിഷം കലരാത്ത അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാർസനോജിക് ഏജൻസ് ഇല്ലാത്ത നല്ല ഭക്ഷണം നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ട് നമ്മുടെ വേണ്ടപ്പെട്ട അധികൃതർ പ്രവർത്തിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴ്ന്ന് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇനി ചുമ്മാ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഏത് ബ്രാൻഡിൻ്റെ മസാലകളാണ് അല്ലെങ്കിൽ പൊടികളാണ് നിങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? അതിൽ ഇത്തരത്തിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ETO പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ല ഒരുപാട് വീഡിയോസുകളുമായിട്ട് കണ്ടുവിട്ടാന്ന് പ്രതീക്ഷയോടെ ബൈ.